വലിയൊരു പ്രശ്നക്കാരനായ ഒരു പിശാച് ബാധിതനാണ് നമ്മളന്ന് ഗോസ്പലിൽ കാണുന്നത്. ഒരു പിശാച് ബാധിതൻ അവനെ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർ ആ ചങ്ങലയൊക്കെ പൊട്ടിക്കുകയാണ്. ചങ്ങലയൊക്കെ പൊട്ടിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ആ ചങ്ങല പൊട്ടിച്ചതിന്റെ പേരിൽ അയാളോട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണ്. യേശു എത്തുന്ന സമയത്ത് യേശു പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, യേശു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ പിശാച് ബാധിതൻ ഓടി യേശുവിന്റെ അടുത്തെത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, മഹോന്നതനായ ദൈവപുത്ര യേശുവേ, അങ്ങിന്റെ കാര്യത്തിൽ എന്തിനു ഇടപെടുന്നു? ദൈവത്തെ കൊണ്ടാണിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. എനിക്ക് തോന്നുന്നു യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇത്രയും നല്ലൊരു പ്രൊക്ലമേഷൻ വേറെ ആരും നടത്തിയിട്ടില്ല. അവൻ യേശുവിനെ മനസ്സിലാകുന്നുണ്ട് ഇത് ആരാണെന്ന്, ഇവൻ എന്താണെന്ന്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീയാണ് മഹോന്നതനാണ്, നീ വലിയ ആളാണ്, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടല്ലേ, നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല. വളരെ നിസ്സഹായതയോടെ സംസാരിക്കുന്ന ഒരു പിശാചല്ലേ. ഈ മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ വലിയ ചങ്ങലയൊക്കെ പൊട്ടിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി വലിയ ഗൗരവത്തോടെയൊക്കെ നിൽക്കുന്ന ഒരു പിശാച്. പക്ഷെ യേശു വരുന്നെന്നറിയുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ഇങ്ങനെ കാൽക്കലൊക്കെ വീഴുന്ന പോലെയൊക്കെ സംസാരിക്കുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ജീസസ്.